പ്രിയമുള്ളവർ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CBSE സ്റ്റുഡൻസിൻ്റെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ ഇനി അടുത്ത മാർച്ചിൽ നമ്മളുടെ സ്റ്റേറ്റ് SCERTയുടെ എക്സാമിനേഷനുകൾ ആരംഭിക്കുക. അപ്പോൾ സ്റ്റേറ്റ് സ്കൂളിലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് താരതമ്യേന വലിയ പ്രയാസമില്ലാതെ നമുക്ക് കടന്നു പോകാൻ കഴിയുന്ന, എന്നാൽ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. മാർക്കൊക്കെ ധാരാളമായിട്ട് കൊടുക്കുമെങ്കിലും അതിലെ ക്വസ്റ്റ്യൻസൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ പ്രയാസമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റേറ്റിലെ മാർക്കെന്ന് പറയുന്നത് വളരെ ലിബറേറ്റഡ് ആയിട്ട് കൊടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് 100-ൽ 100 മാർക്കൊന്നും കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ. കാരണം വളരെ മനോഹരമായ ചോദ്യങ്ങളാണ്, പക്ഷേ 100-ൽ 100 മാർക്കും സ്കോർ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് അതിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ചും ലാംഗ്വേജിൽ വളരെ ലിബറലൈസ്ഡ് ആണ് അവിടെ മാർക്കിൻ്റെ ദാനം. മാർക്ക് ദാനം എന്ന് ഞാൻ അതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത് സ്റ്റേറ്റ് സ്കൂളിലെ 10ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെ പ്രത്യേകിച്ചും പുസ്തകങ്ങൾ മാറി വന്ന ഘട്ടത്തിലും ചോദ്യപേപ്പറിൻ്റെ സ്ട്രക്ചറുകൾ മാറിയ സാഹചര്യത്തിലും എങ്ങനെയാണ് നമ്മൾ ഈ പരീക്ഷയെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യമായി നിങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്യാനുള്ളത് കുറച്ച് എക്സ്ട്രാക്റ്റുകളാണ്. ആദ്യം 5 മാർക്കിൻ്റെയും അതുപോലെ തന്നെ 4 മാർക്കിൻ്റെയും പിന്നെ ഒരു പോമിൽ നിന്നുള്ള 5 മാർക്കിൻ്റെയും എക്സ്ട്രാക്റ്റുകളാണ് നിങ്ങൾക്കവിടെ നേരിടാൻ. അപ്പോൾ എക്സ്ട്രാക്റ്റുകൾ റീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അത് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും എക്സ്ട്രാക്റ്റുകൾ ചോദിക്കുന്നത് ഒരു ഫിക്ഷനിൽ നിന്നുള്ള 2 ഫിക്ഷനുകളിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റുകൾ ഉണ്ടാവും. ആ എക്സ്ട്രാക്റ്റുകൾ നിങ്ങൾ വളരെ നല്ലതുപോലെ വായിച്ച് അതിന് ഉത്തരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അത് 5 ചോദ്യങ്ങളാണ്. 2 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. പിന്നെ 3 വെരി ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. 1 മാർക്ക് ക്യാരി ചെയ്യുന്ന 5 ചോദ്യങ്ങളാണ് ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ആ എക്സ്ട്രാക്റ്റിൽ പിന്നെ ഒരു പോമിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ എക്സ്ട്രാക്റ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് അതിനകത്ത് ആവശ്യമാണ്. പ്രത്യേകിച്ചും CBSEയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ഫസ്റ്റ് വണ്ണിലുള്ള ഒരു 100 പാസേജാണ്. അപ്പോൾ 100 പാസേജ് 20 മാർക്കിനുള്ളതാണ്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായി റീഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യനുകളിൽ നിന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള 2 എക്സ്ട്രാക്റ്റുകളാണ്, 3 എക്സ്ട്രാക്റ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? അവിടെ നല്ലൊരു ക്ലോസ് റീഡിങ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച്. അപ്പോൾ എന്താണ് സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വളരെയധികം ക്ലോസ് റീഡിങ് ആണ്. ഇതായിട്ട് ഭയങ്കരമായിട്ടൊന്നുമില്ല. നിങ്ങൾ നല്ലതുപോലെ ഒരു ക്ലോസ് റീഡ് ചെയ്യണം. ആ പാരഗ്രാഫ് തന്നിരിക്കുന്ന എക്സാപ്റ്റോ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റോ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് റീഡ് ചെയ്യണം. ഒരു ബ്രോഡറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഒരു വെരി ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് യു നീഡ് ടു ആൻസർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന ഒരു സാധനം, അതിൻ്റെ തീം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതിൻ്റെ ടോൺ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതിൻ്റെ ക്യാരക്ടർ സ്കെച്ചുകൾ നിങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു റീഡിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനാലിറ്റിക്കൽ സ്കില്ല്, നിങ്ങളുടെ ഒരു ഇൻ്റർപ്രട്ടേഷൻ സ്കില്ല്, ഇതിനെയൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു ചോദ്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. എക്സെപ്റ്റുകളുടെ ഉദ്ദേശം തന്നെ അതാണ്. നിങ്ങളുടെ കോംപ്രിഹെൻസീവ്, അനാലിറ്റിക്കൽ ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ മെത്തേഡുകൾ എത്രത്തോളം ശക്തമാണ് നിങ്ങളിൽ എന്ന് മനസ്സിലാക്കാനാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ എന്താണ് നിങ്ങളിതിൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യമേ ക്വസ്റ്റ്യൻസൊക്കെ നല്ലതുപോലെ ഒന്ന് വായിച്ചു പോവുക. പിന്നെ അതിലെ ലാംഗ്വേജ് എലമെൻറ്റുകൾ മനസ്സിലാക്കുക. പിന്നീട് അതിലെ കീ വേർഡുകൾ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ പോയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സ് മനസ്സിലാക്കുക.
നിങ്ങളതിലെ ലിറ്റററി ഡിവൈസുകൾ മനസ്സിലാക്കുക, അതിലെ ഫ്രേസുകളും മറ്റും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളൊരു ആൻസറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഠിങ് ഒരു സൗണ്ട് കേൾക്കാറുണ്ട്. സോറി. അപ്പോൾ ആ ശബ്ദം പോലെയാണ് നിങ്ങളുടെ ഉത്തരവ്. നിങ്ങൾ എഴുതുന്ന ആൻസർ ഒരു മാർക്കിൻ്റെ ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. ആ ഒരു മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ക്ലിങ് അടിച്ചു വീഴുന്ന ആ ഒരു സാധനം നിങ്ങളുടെ ആൻസറിനകത്ത് ഉണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു PQE മോഡാണ്. അപ്പോൾ എന്താണ് ഈ P എന്ന് പറയുമ്പോൾ പോയിൻ്റാണ്, Q എന്ന് പറയുമ്പോൾ കോട്ടാണ്, E എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ. അപ്പോൾ PQE മെത്തേഡിൽ വേണം നിങ്ങൾ ആ ഉത്തരത്തിലേക്ക് പോകാൻ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിൻ്റ് എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ ടിങ് നടിക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പോയിൻ്റ് അതിനകത്തുണ്ടാകണം. ആ പോയിൻറ്റിനാണ് ഒരു മാർക്ക് കിട്ടുക. അപ്പോൾ ഒരു ഡിറക്റ്റ് പോയിൻ്റ് അതിനകത്തുണ്ടാകണം. അപ്പോൾ അത് അടുത്തതായിട്ട് നിങ്ങൾ പോകുന്നത് ആ കോട്ടിലേക്കാണ്. അപ്പോൾ ഒരു ഡിറക്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന സാധനം എങ്ങനെയാണ് ആ ഡയറക്റ്റ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടത്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അവസാനമുള്ള എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത ആ ഒരു എവിഡൻസ് നിങ്ങളുടെ ആൻസറിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ കൊടുത്ത ആ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആ പോയിൻ്റ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തെടുത്ത ആ പോയിൻ്റ് ടെക്സ്റ്റിലുള്ള ഇൻസിഡൻറ്റുമായിട്ട് എങ്ങനെ കോപ്റ്റ് ചെയ്യപ്പെടും, എങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യും, അതാണ് എക്സ്പ്ലെയിൻ മെത്തേഡ്. അപ്പോൾ മറന്നു പോകരുത്, നിങ്ങളൊരു എക്സെപ്റ്റ് ആൻസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാക്റ്റ് ആൻസർ ചെയ്യുമ്പോൾ PQE മെത്തേഡ് മറന്നു പോകാതിരിക്കുക. പോയിന്റ്, കോട്ട് ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പോൾ അത് മറന്നു പോകാതെ ആൻസർ ചെയ്യുക. അപ്പോൾ ഇത് ഫോക്കസ്, നിങ്ങളത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഡയറക്റ്റ് ഡു നോട്ട് ജസ്റ്റ് ടെൽ ദ ഫാക്ട് ഓർ സ്റ്റോറി. ഫാക്ട് അല്ലെങ്കിൽ സ്റ്റോറി ഡയറക്റ്റായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയല്ല അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ആ ഓതർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ഡിവൈസ് എത്രമാത്രം സ്യൂട്ടബിൾ ആകുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളവിടെ പോയറ്റ് അല്ലെങ്കിൽ ഓതർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കുകൾ, അയാളുടെ ടോണ്, അയാൾ ഉപയോഗിച്ചിരിക്കുന്ന തീം, ഇതൊക്കെ വളരെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഒരു ടാർഗറ്റഡ് ലെവൽ റീഡിങ്ങിലേക്ക് നിങ്ങൾ പോവുക. അതിൻ്റെ ഉത്തരങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും എക്സെപ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യവും ഇതേ എക്സെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഫിക്ഷനിൽ നിന്ന് തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ ആ ഫിക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഫിക്ഷനിൽ നിന്നുള്ള 2 എക്സ്ട്രാക്റ്റുകൾ ഉണ്ടാവും. അതിൽ രണ്ടാമത്തെ എക്സ്ട്രാക്റ്റിൽ ഏകദേശം 4 മാർക്കാണുള്ളത്. അപ്പോൾ 4 മാർക്കിൽ 4 ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ 3 ഓപ്ഷണലാണ്. അപ്പോൾ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ നല്ലതുപോലെ മനസ്സിലാക്കണം. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 4 ഓപ്ഷൻ തരും. അതിൽ വളരെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ബ്രോഡറായിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഉത്തരം എഴുതാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ മുകളിൽ പറഞ്ഞ ചോദ്യത്തിലും 2 ഓപ്ഷണൽ ചോദ്യവും 3 ഡെസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളായിരിക്കും. 1 മാർക്കിൻ്റെ 2 ഓപ്ഷൻ വരുന്ന ചോദ്യങ്ങളും 3 ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിലും അതുപോലെ തന്നെ ഫിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഒരു 3 ഓപ്ഷണലാണ്, അത് 1 മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഓപ്ഷണലിൽ തന്നെ 1 മൾട്ടി ചോയ്സ് ആയിരിക്കാം. അപ്പോൾ 1 and 2, 2 and 3, 3, 1, 2 and 3. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ ചോദ്യം പ്രതീക്ഷിക്കുമ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, വളരെ ബ്രോഡറായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ പോമിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്റ്റാണ്. അപ്പോൾ പോമിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് ആൻസർ ചെയ്യുമ്പോൾ അവിടെ 5 മാർക്കിനാണ് പോമിൽ നിന്നുള്ള എക്സെപ്റ്റ് ചോദിക്കുക. അപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട പുസ്തകമാണ്, പുതിയ പോമുകളാണ്. അപ്പോൾ അവിടെ പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന തീം, അതുപോലെ തന്നെ പോയറ്റ് ഉപയോഗിച്ച ലിറ്റററി ഡിവൈസസ്, പോയറ്റിൻ്റെ ഒരു മൂഡ്, ഇമോഷൻ, ഇതൊക്കെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു പോമിൻ്റെ എക്സ്ട്രാക്റ്റിലേക്ക് പോവുക. അവിടെയും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. തീർച്ചയായിട്ടും 3 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 3 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ്
നമ്മളെങ്ങനെയാണോ ഞാൻ നേരത്തെ പറഞ്ഞത് എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്, അതേ രീതിയിൽ നിങ്ങൾ പോമിനെ സമീപിക്കുമ്പോൾ പ്രത്യേകതയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ടോൺ മനസ്സിലാക്കുക, പോയറ്റിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുക, അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് പോവുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ സെക്ഷനുകളാണ് 3 എക്സ്ട്രാക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചോദിക്കാവുന്ന 100 പാസേജുകളെ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് പരിശോധിക്കാം. താങ്ക് യു.